എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് കിഷോറിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുവാണ് അജാസ്. അങ്ങനെ തല്ലുകൊണ്ട് കിഷോർ താഴെ വീഴുവാണ്. വീണ്ടും എടുത്തിട്ട് പൊതുവെ തല്ലുന്ന സമയത്ത് കിഷോറിന്റെ അമ്മയും പെങ്ങളും വന്നിട്ട് അയ്യോ മോനെ തല്ലല്ലേന്ന് പറഞ്ഞിട്ട് അജാസിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അവർണിക എന്ത് ചെയ്യണം, കിഷോറിന് തല്ലാനായിട്ട് ഒന്നുകൂടെ അജാസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അജാസിന് അത് മനസ്സിലായില്ല. പിന്നീട് വീണ്ടും വന്ന് അജാസിനെ അവർണയെ വെല്ലുവിളിക്കുന്നുണ്ട്. അതെ, കിഷോറിനെ തല്ലാൻ മാത്രം നിങ്ങൾ വളർന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒന്നുകൂടെ അജാസിന് ദേഷ്യം വന്നു. വീണ്ടും പോയി കിഷോറിനെ തല്ലുവാണ്. ഈ സമയത്ത് കാറിനകത്തുണ്ടായിരുന്ന ഭദ്രൻ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് ഇറങ്ങി വരണം. ഓഹോ, അപ്പൊ കിഷോറിനെ തല്ലാൻ മാത്രം നീ ആയില്ലേ എന്നും പറഞ്ഞ് അജാസിനെ കോടർന്ന് കുത്തിപ്പിടിക്കുകയാണ്. ഒട്ടും മടിച്ചില്ല. അന്ന് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഭദ്രന്റെ കാരണം നോക്കി അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ആ അടിയോടുകൂടി ഭദ്രൻ താഴെ വീണു. ഭദ്രൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ ഗീതു എന്റെ മോളാ, അവളുടെ ജീവിതം എങ്ങനെ എന്തായി തീർന്നാൽ ഞാനാ തീരുമാനിക്കുക, അല്ലാതെ നീയല്ല. ഇനി ഇപ്പൊ അവൾക്ക് ഡിവോഴ്സ് കിട്ടിയാൽ പോലും ഗോവിന്ദ് അവളെ ഉപേക്ഷിച്ചാൽ പോലും കുഴപ്പമില്ല, കിഷോർ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കിഷോറിന് ഒന്നുകൂടെ ദേഷ്യം വന്നു. വീണ്ടും ഭദ്രനെ എടുത്തിട്ട് 4 ചാമ്പും കൂടെ അങ്ങോട്ട് ചാമ്പും അങ്ങോട്ട്. ഭദ്രൻ വീണ്ടും നിലത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു വിടും. അയ്യോ പൊത്തോന്നും പറഞ്ഞു ഭദ്രൻ നിലത്ത് കിടന്ന് കരയുവാണ്. ഭദ്രന് 4 കുറവുണ്ടായിരുന്നു, അതങ്ങ് തീർത്തു കൊടുത്തു അജാസ് അങ്ങോട്ട്. പിന്നീട് കിഷോറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മേലാല് ഇമാതിരി പരിപാടിയായിട്ട് അങ്ങോട്ട് കാല് കുത്തിയാണ്ടല്ലോ, നിന്റെ കാല് ഞാൻ വെട്ടിക്കളയുമെന്നും പറഞ്ഞുകൊണ്ട് അജാസ് അങ്ങ് കാറിലേക്ക് കയറാൻ നേരത്ത് അവർണിക അടുത്തോട് വന്നിട്ട് പറഞ്ഞു താങ്ക്സ് എന്ന് പറയണം. അപ്പൊ അജാസിനൊന്നും മനസ്സിലായില്ല. അജാസ് പതുക്കെ ഒന്ന് ചിരിച്ചിട്ട് കാറിലേക്ക് കയറി ഇങ്ങോട്ട് പോരുവാണ്. ഈ സമയത്ത് അവർണിക കിഷോറിന്റെ അടുത്തേക്ക് എന്നിട്ട് പുച്ഛഭാവത്തിൽ നിന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ കിഷോറിന്റെ ഈ കിടപ്പ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ശ്രീജ അമ്മയും കൂടെ വാവിട്ട് കിടന്ന് നിലവിളിക്കുകയാണ്. ഇത് കണ്ടപ്പോ കിഷോർ, നിങ്ങൾ എന്തിനാ ഇന്ന് കരയണേ? ഇവിടെ കരയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ തല്ലുണ്ടല്ലോ, ഇത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്, എന്റെ കഴിവിന് കിട്ടിയ അംഗീകാരം എന്ന് പറയണം. അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഭദ്രനാണ് അന്താളിച്ച കിഷോറിനെ നോക്കുന്നത്. പിന്നീട് കിഷോറിനെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ അടുത്തായിരുന്നു ഗീതു. ഗീതുവിനോട് വിജയലക്ഷ്മി രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാ. 25 വർഷങ്ങൾക്ക് ശേഷം, ജനിച്ച് 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നേ. പക്ഷെ അവൾ ജനിച്ചപ്പോൾ മുതൽ ഈ അസുഖം അവളുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ അത് അറിയാൻ സാധിച്ചില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗീത ചോദിച്ചു, അല്ല ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞ് ഇത് പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണെന്നാ പറഞ്ഞ്. ഇത് കേട്ടതും ഗീത ചോദിച്ചു, അല്ല പാരമ്പര്യമായിട്ടോ? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും അസുഖമുണ്ടോ, അതോ ഇനിയിപ്പം രഞ്ജുവിന്റെ ഇനിയിപ്പം അച്ഛന് ഈ അസുഖം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞേ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചതാ, അല്ല രഞ്ജുവിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ വിജയലക്ഷ്മി പറഞ്ഞു, മരിച്ചുപോയെന്ന് പറയണം. ഈ അസുഖമായിട്ടാണോ മരിച്ചുപോയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി എന്നോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടതെന്ന് പറയണം. സോറി അമ്മേ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല രഞ്ജുവിന്റെ അച്ഛനെ കുറിച്ചൊന്നും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ ഓർത്ത് ഈ രോഗം വന്നാണോ മരിച്ചത്, അതുകൊണ്ടൊരു സംശയം വെച്ച് പറഞ്ഞ. അമ്മ പേടിക്കണ്ട കേട്ടോ, അമ്മ ധൈര്യമായിട്ടിരിക്കെ, രഞ്ജുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ട് വിജയലക്ഷ്മി പറഞ്ഞു, നിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് പറയണേ. അത് മാത്രല്ല ഒരു കാര്യം കൂടെ ഗീത പറഞ്ഞു, ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് രഞ്ജു വന്നിരിക്കും. ഒരു മകളുടെ സ്നേഹം എന്താന്ന് അമ്മയ്ക്ക് രഞ്ജു തന്നിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു, അതെ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കുമെന്ന് പറയണം. അല്ല ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു? എത്രമാത്രം ഉറപ്പിച്ച് എന്നോട് ഇത് പറയണമെങ്കിൽ നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു, അതിപ്പോ പറയാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് രഹസ്യമുണ്ട്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും രഹസ്യമുണ്ട്, പക്ഷെ ആരും എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. അപ്പം ഈ ഒരു രഹസ്യം എൻ്റെ ഉള്ളിലും അങ്ങനെ എന്തെങ്കിലും രഹസ്യമുണ്ട്, അത് കിടന്നോട്ടെ, എപ്പോഴേലും തുറന്നു പറയാൻ പറ്റുന്ന സമയത്ത് ഞാനത് തുറന്നു പറയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ശരിയാ, അവൾ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ, നീ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ നീ പറയുന്ന എന്ത് ഞാൻ പിന്നെ അനുസരിക്കും. എൻ്റെ മനസ്സിലുള്ള ഞാൻ ഇത്രയും കാലം മൂടി വെച്ച എല്ലാ രഹസ്യങ്ങളും നിന്റെ മുന്നിൽ ഞാൻ കെട്ടു തുറക്കുമെന്ന് പറയാണ്. രഞ്ജുവിനെ കുറിച്ചും ഗോവിന്ദനെ കുറിച്ചും എല്ലാവരെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയുമെന്ന് പറയാം. ഇത് കേട്ട് ഗീത പറഞ്ഞു, വാക്കു മാറില്ല അല്ലേന്ന് ചോദിക്കണം. വാക്കു മാറില്ല, ഈ വിജയലക്ഷ്മി ഉപവസിക്കുന്ന ശുദ്ധ സംഗീതമാണ് സത്യം, ഞാൻ ഉറപ്പായിട്ടും വാക്കു മാറില്ല, എന്നിൽ നിന്നുള്ള രഹസ്യങ്ങളെല്ലാം ഞാൻ നിന്നോട് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുമെന്ന് പറയാണ്. ഈ സമയത്താണ് പുറത്തൊരു കാറിന്റെ ഓണടി ശബ്ദം കേട്ടെ.
ദേ അജാസയ്ക്കാന്ന് വന്നേ, ഫോട്ടോ കേട്ടോ, ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിലേ അവിടെ ഗോവിന്ദേട്ട പ്രശ്നം ഉണ്ടാക്കും, കുറേ സമയം ആയില്ലേന്ന് പറയാണ്. നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗീത അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ താഴെ വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു, എന്തായി ഇക്കായി പോയ കാര്യങ്ങളൊക്കെ എന്തായി, ഓക്കെ ആയെന്ന് ചോദിക്കണം. ഓക്കെ ആയോന്നോ? പിന്നെ അവിടെ അവർണിക ഉണ്ടായിരുന്നു, അവർണിക എന്നെ ഒന്ന് വിളിച്ചു, പക്ഷേങ്കിൽ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ലെന്ന് പറയണം. കിഷോറിന്റെ രണ്ടെണ്ണം കൂടുതൽ പൊട്ടിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീത ചിരിക്കുക. അല്ല, പെങ്ങളെന്തിനാ ചിരിക്കണേ? അതോ, അവർണിക നമ്മുടെ സ്വന്തം ആളാ. അവർണികയെ ഞാനും ഗോവിന്ദനും എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ പാവം അവർണിക, അവളുടെ മനസ്സ് വേഗം ഞാൻ അറിയുന്നുണ്ട്. അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? സ്വന്തം ഭർത്താവിന്റെ ചതി അറിഞ്ഞിട്ട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, പക്ഷെ ഞങ്ങളാ പറഞ്ഞേ, ഒറ്റയടിക്ക് അവനെ ഇല്ലാതാക്കണ്ട, അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടവനാ, അവനുള്ള പ്രതികാരം അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസിനും സന്തോഷമായി. പിന്നീട് കാറിലേക്ക് കയറാൻ നേരത്തെ ഗീതനോട് പറഞ്ഞു, ഒരു മിനിറ്റ് എന്ന് പറയണ. എന്താ എക്ക? അതെ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു പറയണം. അതാരേക്ക? അതാരുമല്ല, ഗീതുവിന്റെ അച്ഛനായിരുന്നു പറയണം. ഇത് കേട്ടതും ഗീതുവിന്റെ ഞെട്ടുണ്ടായി. ഗീത പെട്ടെന്ന് പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചേക്കാം, കാരണം എനിക്ക് മുമ്പേ സംശയമുള്ള കാര്യമായിരുന്നു ഇത്. സ്വന്തം അച്ഛൻ തന്നെ എന്റെ കൂടത്ത് നിന്ന് ചതിക്കുക, പിന്നെ വേറുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു, അതെ പെങ്ങള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണേ. എന്തിനാ വിഷമിക്കുന്നേ? എനിക്ക് സങ്കടമൊന്നും ഇല്ലക്കാന്ന് പറയണ. അല്ലേലും നമ്മളിപ്പോൾ ആരെയും പ്രതീക്ഷിച്ചല്ലോ ഓരോ ദിവസം നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന പലരും നാളെ നമ്മുടെ സ്വന്തമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇക്കരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആരിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് എനിക്കൊരു തോന്നലുണ്ടാവുന്നേ. ദേ അങ്ങനെ പറയരുത്, ഗോവിന്ദ് സാറ് കൂടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്തിനു കട്ട സപ്പോർട്ടുമായിട്ട്. ഗോവിന്ദ് സാറ് ഉണ്ടെന്ന് പറയാം, പക്ഷെ എത്ര കാലത്തേക്കാന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ. അതെന്താ പെങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഗീത് പെട്ടെന്ന് പോയി കാറിലേക്ക് അവിടെ കയറുവാണ്. ഈ സമയം അജാസും കേട്ടു വന്നു, അതെ ഗോവിന്ദ് സാറ് സംശയിക്കണ്ട കേട്ടോ, എപ്പോഴും ഗോവിന്ദ് സാറ് കൂടെ ഉണ്ടാവുമെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത മനസ്സിൽ പറഞ്ഞു, എപ്പോഴും ഗോവിന്ദൻ്റെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന എൻ്റെ ആഗ്രഹം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താന്ന് പറയാൻ പറ്റില്ല. രാധികാമ്മയും വരുണും അതുപോലത്തെ കളികളൊക്കെയല്ലേ കളിച്ചോണ്ടിരിക്കുന്നേ. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികമ്മ പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് എത്തുമായിരുന്നു. അപ്പൊ അജാസിനോട് ഗീതു പറയുകയും ചെയ്തു, നമ്മൾ ചെല്ലാണ്ട് ഇച്ചിരി വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഗോവിന്ദന്റെ അരി രാധികമ്മ ചെന്നിട്ടുണ്ടായിരിക്കും, എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഞാനും കിഷോറും ഒന്നിച്ച് എവിടെയെങ്കിലും കറങ്ങാൻ പോയെന്ന് പറയാൻ ഒക്കെ പറഞ്ഞു പരത്താനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജാസ് പറഞ്ഞു, ശരിയാ, അതെ എന്നെ ഇപ്പൊ 2-3 വട്ടം ഗോവിന്ദ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗീതുമാടം എന്തിയെന്ന് ചോദിച്ചോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗീത പറഞ്ഞു, ശരിയാ എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുക, മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചേക്കുക, രാധികാമ്മയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നെക്കുറിച്ച് കുറ്റം പറയാനുള്ളേ, അതിന് വേണ്ടിയിട്ടെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ അരിയിലേക്ക് എത്തിയ രാധി പറഞ്ഞു, അല്ല കണ്ണ ഇതുവരെയായിട്ടും ഗീതു വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ് പറഞ്ഞു, ഇല്ല വന്നില്ല. അല്ല നീ വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചു നോക്കിയില്ല, ഞാൻ അജാസിനെ വിളിച്ചു നോക്കുമായിരുന്നു എന്ന് പറയണം. ഓ, അജാസിനെ എന്തിനാ വിളിച്ചു നോക്കുന്നത്? അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാം എല്ലാവരും ചോദിക്കണം. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലമ്മേ, സ്വിച്ച് ഓഫ് ആണെന്നേ. ഓഹോ, അപ്പോൾ അവൾ മനഃപൂർവ്വം ചെയ്യുന്ന കണ്ണ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവള് കറങ്ങാൻ പോയേക്കുവാന്ന് പറയണേ. കറങ്ങാൻ ആരുടെ കൂടെ? അതേ കിഷോറിന്റെ കൂടെ. നിനക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പം നമ്മൾ ആരും മനഃപൂർവ്വം വിളിച്ച് ശല്യം ചെയ്യരുത്, അതിനു വേണ്ടിയിട്ടാന്ന് പറയാം. ഇതേ അമ്മ അങ്ങനെയൊന്നും പറയരുത്, ഗീതു അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് പറയാം. ഇതേ ഇപ്പോഴും നിനക്ക് ഗീതുവിനെ വിശ്വാസമല്ലേ? ഞാൻ പറയുന്ന വിശ്വസിക്ക്. അവനും അവളും കൂടെ കറങ്ങാൻ പോയിരിക്കുക, ഇപ്പോഴും നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഞാൻ ആ കിഷോറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ എവിടെയാന്ന് അറിയുവാണെങ്കിൽ കൃത്യമായിട്ട് അവൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പറയാം. ഇതേമേ അതൊന്നും വേണ്ട, ഇപ്പൊ വിളിക്കണ്ടെന്ന് പറയാം. അതെന്താ കണ്ണ നീ അങ്ങനെ പറഞ്ഞേ? വേണ്ടമ്മേന്ന് പറയണം. കണ്ണ നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് വേണം. ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും അവളെപ്പോലെ ഒരു പെണ്ണിന് നിനക്കിനി എന്തിനാ? തോന്നിയാസ് അഴിഞ്ഞാടി നടക്കും അവളെ അവളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേരെ, അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നീ എന്തിനാ നിന്റെ ജീവിതം ഇല്ലാതാക്കുന്നേ? ഇനി ഇതിങ്ങനെയായിട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കണമെന്ന് പറയാണ്. അല്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവളുടെ തോന്നിയാസം ജീവിക്കുമെന്ന് പറയാണ് നിന്നെ പറ്റിച്ചിട്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. പജാസും ഗീതുമാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമ്മയോട് ഗോവിന്ദ് നോക്കി, അവൾ ആരുടെയും കൂടെ പോയിട്ടൊന്നുമില്ല, അതെങ്ങ് നോക്കി വന്നു കണ്ടോ? അജാസിൻ്റെ കൂടെ അവൾ വന്നേന്ന് പറയണം. അങ്ങനെ കയറി വരാൻ നേരത്ത് അജാസിനോട് ഗീതു പറയണം, അതെ ഞാനങ്ങോട്ട് കയറി ചെല്ലട്ടെ, ഇപ്പൊ എനിക്ക് ഇവരുടെ പ്ലാനുകളും പദ്ധതികളൊക്കെ രാധികാമ്മ തയ്യാറായിക്കൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാണ്.
പിന്നെ ഒരു കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് വരും. അപ്പൊ ഇക്ക ഇവിടെ കാണണമെന്ന് പറയാണ്. 1 മണിക്കൂറോ? അത്ര സമയം ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, ഇക്കായ്ക്ക് ആരെയും തല്ലാനുണ്ടെ പോയി തല്ലിയിട്ട് വരെയെന്ന് പറയണം. ഓഹോ, ഇതിപ്പം ടീ ബ്രേക്കിനിടയ്ക്ക് ചായ കുടിക്കാൻ പോകാൻ പറയുന്ന പോലെ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിക്കുമ്പോൾ പോയി തല്ലിയിട്ട് വരാൻ നല്ല ബെസ്റ്റ് പെങ്ങളെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ഗീതു ചിരിച്ചോണ്ട് മുകളിലേക്ക് കയറി വരുവാണ്. അങ്ങനെ മോള് കയറി വന്നു കഴിയുമ്പോഴത്തേനും വരുണും രാധികാമ്മയും കൂടെ അങ്ങോട്ട് വന്നു. ഗോവിന്ദം ഉണ്ടായിരുന്നു. ഗോവിന്ദ് വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ട് പോയതെന്ന് ചോദിക്കണം. അല്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര സമയമല്ലോ, നിനക്ക് ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വരാറായില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗീതു അമ്പരം നോക്കുകയാണ്. നോക്കിക്കുമ്പോഴത്തേനും ഗോവിന്ദ് കണ്ണടച്ച് കാണിക്കുക വരുണും രാധികാമ്മയും ബാക്കിലുണ്ടെന്നുള്ള രീതിയിൽ. ഗീതിന് കാര്യം മനസ്സിലായി. അപ്പം ഒരു അഭിനയമാണ് ഇവിടെ കാഴ്ചവെക്കേണ്ടത്. ഗീതു പെട്ടെന്ന് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോയാലും ഗോവിന്ദേണ്ണ. ഓഹോ, അപ്പൊ നീ നിന്റെ ഇഷ്ടപ്പെടി നടക്കുമല്ലേ? അതൊന്നും ഇവിടെ നടക്കത്തില്ല. അത് നീ വീട്ടിൽ നടക്കില്ല. അതൊക്കെ വേണമെങ്കിൽ നീ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടേ കാഴ്ച വെച്ചോളാം. നിന്റെ വീട്ടിൽ നടത്തിക്കോണമെന്ന് പറയാം. ഓഹോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ ഞാൻ അതൊക്കെ നടത്തും. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. പറഞ്ഞോളൂ, അങ്ങോട്ട് മാറാൻ പറയണം. അങ്ങനെ ഇപ്പൊ നീ കയറി പോണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് വിലങ്ങി അങ്ങോട്ട് നിൽക്കുകയാണ്. ഗീതു എന്ത് ചെയ്യണം? അപ്പൊ അതൊക്കെ ആ കൈക്കടി കൂടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. ഒച്ചപ്പാടും വേളവും കാഞ്ചനയും കേട്ടു. കാഞ്ചന പറഞ്ഞു, ഗീതുപ്പാപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചനയുടെ കൈ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഗീതു അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടതും കാഞ്ചന പറഞ്ഞതേ, ഗോതമ്പാമ പറഞ്ഞ് കേൾക്കാതെ ഗീതുപ്പാപ്പ അടുക്കളയിലേക്ക് പോന്നു. ഇതേ ചായ എടുത്ത് കുടിക്കണേന്ന് പറയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധിക വന്നിട്ട് പറഞ്ഞു, അതെ കണ്ണ, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവളുടെ തോന്നിയാസം അവള് കാണിക്കുന്നത്. നീ പറഞ്ഞതിന് വല്ല വിലയും കൽപ്പിച്ചോ? നിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവൾ തോന്നിയാസം കാണിക്കുന്നുണ്ടോ? ചോദിക്കാൻ പറയണം അവളോട് പോയിട്ട്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് അങ്ങോട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാക്കി ഇത് കാണിക്കണേന്ന് ചോദിക്കണം. എന്താ? ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം പോലും നീ വീട്ടിൽ കാണില്ലെന്ന് പറയണം. ഓഹോ, അങ്ങനെയാണോ? അതെ, അകത്തേക്ക് കയറാൻ വരട്ടെ, എനിക്ക് അതിനുള്ള ഉത്തരം തന്നിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാജലോട്, ഇനിയിപ്പോൾ എന്താ അകത്ത് കയറാനായിട്ടാ? ഗീതുപ്പാപ്പ ഇവിടം വരെ എത്തിയില്ലേന്ന് ചോദിക്കുകയാണ്. ഗീതു പറഞ്ഞു, ഇവിടം വരെ കയറാമെങ്കിൽ എനിക്ക് അകത്തേക്കും കയറാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാനായിട്ട് അങ്ങ് തുടങ്ങും സ്റ്റെയർ കേസിന് അങ്ങോട്ട്. അപ്പൊ ഗോവിന്ദ് തടഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വരുൺ കയറി മുമ്പിലേക്ക് അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, അതെ, ഗോവിന്ദേട്ടൻ ഇവിടുത്തെ അവസാന വാക്ക്. ആ വാക്ക് ധിക്കരിച്ച് ഗീതുവിനെ ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതു ചോദിച്ചു, നിന്റെ പേര് മുണ്ടക്ക ശേഖരൻ ഒന്നും അല്ലേന്ന് ചോദിക്കുകയാണ്. ആ എന്താ? അന്നെങ്കിൽ ഇവരെ വഴി മാറണ്ടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണൊരു അന്താളിപ്പോട് കൂടി ഗീതുവിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.